ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പല്ല ഐ വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ ചോട്ടാ ബോംബെ റീ റിലീസിന് പോയി സിനിമ കണ്ടു. റീ റിലീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് റീ റിലീസ് എന്ന് പറയാം. കാരണം തിയേറ്റർ പൂരപ്പറമ്പാക്കുന്നതായിരുന്നു തിയേറ്ററിലുടനീളം കണ്ടത്. ആദ്യം തൊട്ട് അവസാനം വരെ തിയേറ്റർ ഫുള്ള് പൂരപ്പറമ്പായിരുന്നു എന്ന് പറയാം. ഓരോ ഡയലോഗ്സിനും ഓരോ ക്യാരക്ടർ എൻട്രിക്കും ഓരോ പാട്ടുകൾക്കും എല്ലാം തിയേറ്റർ പൂരപ്പറമ്പാകുന്നതാണ് ഉടനീളം കാണുവാനായിട്ട് സാധിച്ചത്, തിയേറ്ററിലുടനീളം. അതുകൊണ്ടാണ് ആദ്യം തന്നെ തിയേറ്റർ പൂരപ്പറമ്പ് അല്ലെങ്കിൽ റീ റിലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണമെന്ന് ഞാൻ പറയാൻ കാരണം. ഫസ്റ്റ് ഓഫ് ഓൾ ചോട്ടാ ബോംബെ 2007 പുറത്തിറങ്ങിയ സിനിമയാണ്. ഒരുപാട് തവണ കണ്ട സിനിമയാണ്, ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട സിനിമയാണ്. എങ്കിലും ഇതിൻ്റെ ബിഗ് സ്ക്രീനിൽ ഇത് കാണണമെന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മളെ ഒത്തിരി എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ്, നല്ല പാട്ടുകൾ, ഫൈറ്റുകൾ, കോമഡികൾ, ഡാൻസുകൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് ഈ ഒരു സിനിമ എന്നത്. അപ്പോൾ അതൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് വേറെ ലെവലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഇന്നും ഉണ്ടായത് തന്നെ. വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തതെന്ന് പറയാം. ലാലേട്ടൻ്റെ ഇൻട്രോ മുതൽ, ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്കൊക്കെ സ്വാഭാവികമായിട്ടും കയ്യടി കിട്ടുന്ന സ്വാഭാവികമാണ്. മറ്റ് ക്യാരക്ടേഴ്സിന് ഇൻട്രോകൾ, പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറിന് കിട്ടിയ ഇൻട്രോ, മണിച്ചേട്ടൻ്റെ ആ ഒരു ഇൻട്രോയ്ക്ക് കിട്ടിയ ക്യാരക്ടറിൻ്റെ ഇൻട്രോയ്ക്ക് കിട്ടിയ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ കൂടെ വന്നത്, എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ചാലക്കുടിയിലൊക്കെ വേറെ ലെവൽ റെസ്പോൺസ് ആയിരിക്കുമെന്നാണ്. അതാണ് എൻ്റെ മനസ്സിൽ കൂടെ വന്നതെന്ന് പറയാം. ചാലക്കുടിയുടെ ആ ഒരു കാര്യം, ചാലക്കുടിയിലെ റെസ്പോൺസ് എന്തായിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. അതോടൊപ്പം മറ്റ് കൊച്ചിങ്ങനി, രാജമ്പി ദേവി, ഇവരൊന്നും നമ്മുടെ കൂടെ ഇന്നില്ല. അവരുടെയൊക്കെ ക്യാരക്ടറുകളുടെ ഇൻട്രോയ്ക്ക് കിട്ടിയ റെസ്പോൺസ് എന്നത് വേറെ ലെവലായിരുന്നു. അതോടൊപ്പം മറ്റ് സിദ്ദിഖിക്ക, അതോടൊപ്പം പടക്കം ബഷീർ, ജഗതിച്ചേട്ടന് കിട്ടിയ ആ റെസ്പോൺസ്, അതോടൊപ്പം കലാഭമണിയുടെ മണിച്ചേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച അവർക്ക് പോലും നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ കിട്ടിയത്. വിനായകന്, അങ്ങനെ നിരവധി എല്ലാ ക്യാരക്ടറുകൾക്കും നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ കിട്ടിയെന്ന് പറയാം. ബിജുക്കുട്ടൻ്റെ ഇൻട്രോയ്ക്കൊക്കെ ചിരിച്ച് മറിയുകയായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒത്തിരി തവണ കണ്ട സിനിമയാണ്. നമുക്കിതിലെ ഡയലോഗ്സും ഗാനങ്ങളും എല്ലാം കാണാപ്പാടമാണ്. എങ്കിലും ഓരോ ഡയലോഗുകൾക്കും കിട്ടുന്ന ആ ഒരു കയ്യടി, പ്രത്യേകിച്ച് ആ ഒരു മണിച്ചേട്ടനും സായികുമാറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, കൊല്ലുമെന്ന് പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും, അതിനൊക്കെ തിയേറ്റർ പൂരപ്പറമ്പാവുമെന്ന് പറയാം. അതോടൊപ്പം പാട്ട് എടുത്തു പറയേണ്ടതാണ്. ആദ്യത്തെ പാട്ട് ചെട്ടിക്കുളങ്ങര നല്ല റെസ്പോൺസ് ആയിരുന്നു. അതോടൊപ്പം അവസാനം പാസ്കോഡ് ഗാമ എന്നുള്ള ആ ഒരു സോങ് തിയേറ്റർ ഇളകി മറിയുകയായിരുന്നു തിയേറ്റർ. അതുപോലെ ഡാൻസും മേളമൊക്കെ ആയിരുന്നു. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. ബാസ്കോഡ് ഗാമ എന്ന് നമുക്കറിയാം. പിന്നീട് 2007 കഴിഞ്ഞ് എല്ലാ ന്യൂ ഇയറിനും പൊങ്ങി വരുന്നൊരു പാട്ടാണ് ബാസ്കോഡ് ഗാമ എന്നത്. ഇത്രയും വർഷമായിട്ടും 18 വർഷമായിട്ടും എല്ലാ ന്യൂ ഇയറിനും ഉള്ളൊരു പാട്ടാണ് ബാസ്കോഡ് ഗാമ എന്ന ഒരു സോങ് തന്നെ. തിയേറ്റർ വിട്ട് വെളിയിൽ വന്നപ്പോഴും എൻ്റെ മൈൻഡിൽ കൂടെ ഓടിയതും ബാസ്കോഡ് ഗാമ ഇപ്പോഴും മനസ്സിൽ കൂടെ ഓടി നടക്കുന്ന ആ ഒരു പാട്ടാണ്, ബാസ്കോഡ് ഗാമ എന്ന പാട്ടാണ്. ഞാൻ ലുലുവിലാണ് പടം കണ്ടത്. ഏതായാലും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു റീ റിലീസ് ചിത്രത്തിന് കിട്ടുന്ന ആ ഒരു വരവേൽപ്പെന്നത് ഇനിയും ഒട്ടേറെ സിനിമകൾ ഇതുപോലെ റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തക് ലൈഫിനൊക്കെ നെഗറ്റീവ് റിവ്യൂസ് വന്നതോടുകൂടി ഇനി ഈ ചിത്രത്തിന് ശനിയും ഞായറും ഒക്കെ അവധി ദിനങ്ങളായതുകൊണ്ട് ആളുകൾ ഇടിച്ചു കയറുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കാരണം എല്ലാം മറന്നുകൊണ്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സിനിമ. കാരണം മലയാളത്തിൽ ഇപ്പോൾ ഒട്ടേറെ, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ അങ്ങനത്തെ ജോണറിലുള്ള സിനിമകളൊക്കെ വരുന്നത് കൊണ്ട് കോമഡി സിനിമകൾ ഇപ്പോൾ ഒരുപാട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റർ പൂരപ്പറമ്പാകാതെ എങ്ങനെയിരിക്കും? പ്രത്യേകിച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ലാലേട്ടൻ്റെ സിനിമയും കൂടെ, എമ്പുരാനും തുടരുമൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത് ഇറക്കി വിട്ടത്. ആദ്യം മെയ് 21-നായിരുന്നു റിലീസ് ചെയ്യാൻ ഇരുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് പിന്നീട് തുടരും എന്ന സിനിമ ഓടുന്നത് കൊണ്ടാണ് അത് പിന്നീട് ഇന്ന് ജൂൺ 6-ന് ഈ പടം റിലീസ് ചെയ്തത്. ഏതായാലും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ഈ സിനിമ തന്നതെന്ന് കരുതി യാതൊരു സംശയവുമില്ല. കാരണം ടി വിയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇന്നാണെന്ന് കാണുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ആ ഒരു സ്വാഗും സ്ക്രീൻ പ്രസൻസും ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ റിവ്യൂവും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ നമ്മൾ കണ്ട ഒരു സിനിമയാണ് ഈ ചോട്ടാ ബോംബെ എന്നൊരു സിനിമ. ഏതായാലും തിയേറ്ററിൽ അതിന് കിട്ടിയ റെസ്പോൺസും, അല്ലെങ്കിൽ ഇത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ഹാപ്പിനെസ്സും വേറെ ലെവലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.